വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുമ്പും പല പ്രാവശ്യം ഈ മരുന്നിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആസ്മയായിട്ട് റിലേറ്റ് ചെയ്താണ് സാധാരണ ഈ മരുന്ന് വെളിയിലോട്ട് അറിയപ്പെടുന്നത്. അതായത് ആസ്പിഡോസ്പെർമ എന്ന് പറയുന്ന മെഡിസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് എങ്ങനെയാണ് അത് കണക്ട് ആവുന്നത്, അതെങ്ങനെ ഉപയോഗിക്കാം, അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പറയാം. ആസ്പിഡോസ്പെർമ എന്ന് പറയുന്ന ഈ ഒരു മെഡിസിൻ നമ്മൾ സാധാരണ കൊടുക്കുന്നത് ആസ്മ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി എന്നുള്ള ഇഷ്യൂസിന് വേണ്ടിയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ഓക്സിജനേഷൻ നമ്മുടെ ഒരു ബ്ലഡിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് നമ്മൾ അകത്തോട്ട് വലിച്ചെടുക്കുന്ന എയർ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഒരു 20% ഓക്സിജൻ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ലെൻസിൽ ആവിയോളയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എത്തുന്നതിലൂടെ നമ്മുടെ ഒരു ബ്ലഡിൽ കൂടുതലായിട്ട് ഓക്സിജൻ വരികയും എല്ലാ ടിഷ്യൂസിലോട്ടും കറക്റ്റായിട്ട് ഓക്സിജൻ എത്തുകയും നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ നോക്കാറുണ്ട്. ആ ഒരു പൾസ് ഓക്സിമീറ്ററിൽ വെച്ചിട്ട് നോക്കാറുണ്ട്. ഇതുപോലത്തെ ആ ഒരു ഡിവൈസാണ് പൾസ് ഓക്സിമീറ്റർ. എനിക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം, എസ്പെഷ്യലി കൊറോണ വന്ന സമയത്ത് പലരുടെ ആ ഒരു അതിലുള്ള മെഡിസിനുള്ള ഒരു ആസ്പെക്റ്റാണ് പൾസ് ഓക്സിമീറ്റർ. അപ്പോൾ ഇതിനകത്ത് ഒരു 95 താഴെ വന്നാൽ നമ്മൾ സാധാരണ അത് ഇഷ്യൂ ആയിട്ട് നോക്കാറുണ്ട്. എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. എന്നാലും ഒരു പരിധി കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. അതിൻ്റെ ഡയഗ്നോസിസ് നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണ്. എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ നോക്കി ഡയറക്റ്റായിട്ട് ഓക്സിജൻ തന്നെ വായിൽ രുപ്പിച്ച് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആസ്പിഡോസ്പെർമ ഈ മരുന്ന് വളരെ എഫക്റ്റീവാണ്. എസ്പെഷ്യലി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി നമുക്ക് ശ്വാസം മുട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവാണ്. ഇത് എഫക്റ്റീവ് ആകുന്നത് ബ്ലഡിൽ ഓക്സിജൻ കണ്ടൻറ്റ് കുറയുകയാണെങ്കിൽ, എസ്പെഷ്യലി ആ കുറവുണ്ടാകുന്നത് ആൽവിയോളെ അബ്സോർപ്ഷൻ കുറയുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കുറയുന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് ആപ്ലിക്കബിൾ ആവുന്നത്. വേറെ പല കാരണങ്ങളും കൊണ്ട് പറയാം. ഓക്കെ, ഇനി ബ്ലഡിൽ RBCയുടെ കുറവുണ്ട്, അനീമിയുണ്ട്, നമുക്ക് ക്ഷീണം വരാം, പെട്ടെന്ന് ക്ഷീണം വരാം. അതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വരാം. എന്തെങ്കിലും അസുഖങ്ങൾ ഇതല്ലാതെ വേറെ രീതിയിലുണ്ടെങ്കിൽ നമുക്ക് വരാം. ഇനി ലങ്സിന് ഫൈബ്രോസിസും കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ വരാം. എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശ്വാസമുട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മെഡിസിൻ കഴിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് എഫക്റ്റ് കിട്ടണമെന്നില്ല. കാരണം അതല്ല അതിൻ്റെ റീസൺ. ഓക്കെ, അപ്പോൾ വേറെ എന്തോ ഒരു കാരണം കൊണ്ടുണ്ടാകുന്ന ആസ്മ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി നമുക്ക് ഈ ഒരു മെഡിസിൻ കഴിച്ചാൽ എഫക്റ്റ് കിട്ടുന്നൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാനാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഇത് പല പൊട്ടൻഷ്യലും ഡോസുകളിലൊക്കെ വരുന്നുണ്ട്. ടിഞ്ചർ പൊട്ടൻഷ്യൽ പോലെ 3x 30 20 എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ്. നമ്മൾ ഏത് രീതിയിലും കൊടുക്കാറുണ്ട്. ടിഞ്ചർ പൊട്ടൻഷ്യൽ ചില സമയത്ത് റിക്വയർമെൻറ്റ് അക്യൂട്ട് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. 10 മിനിറ്റ് വെച്ചിട്ട് 3 നേരം എന്നുള്ള രീതിക്ക് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അതിനെ കുറച്ചുകൂടെ അടുപ്പിച്ച് കൊടുക്കാറില്ല. ഇനി 3x പൊട്ടൻഷ്യൽ നമുക്ക് മേടിക്കാൻ കിട്ടും, 30 പൊട്ടൻഷ്യൽ ഡൈല്യൂഷനിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് പിൽസിലാക്കിയിട്ട് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് പുറത്തുപോകാനകത്ത് കൂടുതലായിട്ട് ഉള്ള എഫക്റ്റിനെ കാട്ടി കൂടുതലായിട്ട് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നതായിട്ടും കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡോക്ടർ കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷൻ തീർച്ചയായും എത്രയും പെട്ടെന്ന് എന്നാലാവുന്നത് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആസ്പിഡോസ്പെർമയെ പറ്റി കൂടുതലായിട്ട് റിസർച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചില ഫൈൻഡിങ്സൊക്കെ അവൈലബിൾ ആണ്. അത് ബ്രീത്തിങ് ആയിട്ട് അസോസിയേറ്റ് ചെയ്താണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. വേറെ ഈ കാര്യങ്ങൾ ഇപ്പോൾ സയൻസ് ഒന്നും ഡെവലപ്പ് ആകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസവും കണ്ടുപിടിച്ചുകൊണ്ട്, അപ്പോൾ അതുപോലെ ഇതിനകത്തും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഇതിനെ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നാണ് തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതാണ് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും പുതിയ ടോപ്പിക്കിലേക്ക് ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് അതിന് ഒരു ടോപ്പിക്കും തീർച്ചയായും ചെയ്യുന്നതാണ്. സോ ഏവർക്കും നല്ലൊരു ശുഭനം തരണം. നമസ്കാരം. താങ്ക് യു.